മാതൃകാപരമായ ഇടപെടലാണ് DYFI നടത്തിയിരിക്കുന്നത്. പറഞ്ഞതിനേക്കാളും കൂടുതൽ നൽകുന്നത് എപ്പോഴും ആവേശകരമായ കാര്യമാണ്. പക്ഷേ ഇവിടെ വല്ലാതെ കൂടിയാണ് നിങ്ങൾ വയനാടിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നത് എന്ന പ്രത്യേകത നിലനിൽക്കുകയാണ്. 25 വീട് എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അത് 100 വീടായി മാറുന്നു എന്നത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ്. DYFIയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ നാടിനെ ഒട്ടേറെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്തായി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടങ്ങളിലെല്ലാം ദുരന്ത സ്ഥലത്ത് ദുരന്തത്തിനിരയായവരെ രക്ഷിക്കുന്നതിന് സ്വന്തം ജീവൻ പോലും അപകടപ്പെട്ടേക്കാമെന്ന സാഹചര്യമുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എടുത്തു ചാടി ഇറങ്ങിയ വിഭാഗം ഓരോ പ്രദേശത്തും യുവജനങ്ങളായിരുന്നു. നാടാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഓരോ ദുരന്തമുഖത്തും വല്ലാത്തൊരു ആത്മസമർപ്പണത്തോടെ ഇറങ്ങിത്തിരിച്ച യുവജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. യുവജനങ്ങൾ എത്ര കണ്ട് നാടിനോടും സഹജീവികളോടും ആഭിമുഖ്യമുള്ളവരായി മാറുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയായിരുന്നു ഇത്. ഓരോ സംഭവത്തിൻ്റെയും ഉദാഹരണങ്ങളെടുത്ത് നിരത്തി വെക്കാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ എല്ലാറ്റിലും മുൻപന്തിയിൽ യുവജനങ്ങളുണ്ടായിരുന്നു. അതിൽ ക്രിയാത്മകമായി ഓരോ ഘട്ടത്തിലും ഇടപെടാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനും യുവജന സംഘടനകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ എല്ലാ സന്ദർഭങ്ങളിലും മാതൃകാപരമായി ഇടപെട്ട യുവജന സംഘടനകളുണ്ട്. അതിൽ DYFI പ്രത്യേക പരാമർശം അർഹിക്കുന്ന സംഘടന തന്നെയാണ്. DYFIയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിച്ച മറ്റ് പുരോഗമന യുവജന സംഘടനകളുമുണ്ട് എന്നതും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചുരുക്കത്തിൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടാൻ തയ്യാറാകുന്ന യുവജനങ്ങളെ ഒരുക്കാനും അതിന് നേതൃത്വം നൽകാനും DYFIക്ക് കഴിഞ്ഞു, യുവജന സംഘടനകൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിലേറ്റവും പ്രത്യേകതയുള്ള കാര്യം.